എന്നൊക്കെ വീട്ടിൽ വലിയ അയില വാങ്ങിക്കണോ അന്നൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ള ഒരു അയില പൊള്ളിക്കുന്ന റെസിപ്പി ആട്ടോ ഈ ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയിലേനെ മസാല വെട്ടി പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ട് നമ്മളൊന്ന് ചെറിയൊരു ഫ്രൈ പോലെ ചെയ്തെടുക്കും കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല, ചെറിയൊരു ഫ്രൈ പോലെ ചെയ്തെടുക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിയും നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുഞ്ഞു ഇതുപോലെ കുരുകുരുന്ന് അരിഞ്ഞ സവാള ഇങ്ങോട്ട് ഇട്ട് തക്കാളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വാടി കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു 2 കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മസാലകൾ, അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി ഫിഷ് മസാല കുരുമുളക് പൊടിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. അയില പൊരിച്ചതിൻ്റെ ആ വെളിച്ചെണ്ണയുടെ ബാലൻസ് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അയിലയുടെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കുറച്ചും കൂടുതൽ കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് കുറച്ച് നമ്മൾ തിക്കായിട്ട് അരിച്ച് വെച്ചേക്കുന്ന തേങ്ങാപ്പാലും ചേർത്ത് നമ്മുടെ ഗ്രേവി സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് പൊതിഞ്ഞെടുക്കുക, വായിലയിൽ പൊതിഞ്ഞെടുക്കുക എന്നുള്ളത് കേട്ടോ. അതിനുവേണ്ടി വായിലൊക്കെ നല്ലോണം വാട്ടിയിട്ട് നമ്മൾ ആദ്യം ഗ്രേവി ഇട്ടിട്ട് അതിലോട്ട് നമ്മുടെ അയില പൊരിച്ചതും വെച്ച് അതിൻ്റെ മേലും ഗ്രേവി ഇട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലോട്ട് സവാളയും അതുപോലെ തക്കാളിയും വേപ്പിലയും കറിവേപ്പിലൊക്കെ ഇട്ട് എന്നിട്ട് നല്ലോണം അത് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കുന്ന പോലെ അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്ന പോലെ നമുക്ക് ആ വായിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് തുറന്ന് കഴിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നു അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ട് എന്തായാലും ട്രൈ ചെയ്യേണ്ടതായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ.